ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നേരം സ്കൂളിൽ ജോലിയുണ്ട്, അങ്ങോട്ട് പോവാണ്. 9 മണി കഴിഞ്ഞതേ ഉള്ളൂ. 9:30 ആകുമ്പോഴത്തേന് ചെന്നാൽ മതി ചേച്ചി പറഞ്ഞേ. അപ്പം ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് താക്കോലും മേടിച്ചുകൊണ്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ചേച്ചി വരും. ചേച്ചിയുടെ കൊച്ചുമോളെ മരുമോള് ട്യൂഷന് കൊണ്ടുവിട്ടിട്ട് ചേച്ചിയെ കൊണ്ടുവിടും. എനിക്ക് ലോഡ് വെക്കാൻ പറ്റില്ലല്ലോ, അല്ലാതെ ചേച്ചിയും കൊണ്ടങ്ങ് പോയേനെ. അതുകൊണ്ട് ചേച്ചി അതിൻ്റെ അടുത്തോളം ഞാൻ അങ്ങോട്ടങ്ങ് പോകും. പിന്നെ എന്താണ് ആലോചിക്കുന്നു. നമ്മുടെ ക്ലാസ് റൂമിലെത്തി. കറണ്ടില്ല. അയ്യോ, കറണ്ടില്ല. എല്ലാം വന്ന് തുറന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര മഴയായി കൂട്ടുകാരെ. ഇവിടെ മുറ്റം ഒന്ന് തൂത്തിട്ടിട്ട് പണി തുടങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ മഴയായിപ്പോയി. ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. വൃത്തിയാക്കണം. ഈ റൂമിനകം വൃത്തിയാക്കണം. ഈ 2 റൂമേ ഉള്ളൂ. അപ്പുറത്ത് നമ്മളൊരു അന്ന് വൃത്തിയാക്കിയതായിരുന്നു, എന്നാലും പറ്റുന്ന പോലെ കുറച്ച് ചെയ്യണം. അങ്ങനെ പിന്നെ റൂമിലെ ചലന്തി വലയൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പുറത്തെ റൂമിൽ നാളിലൊരു ദിവസം ചലന്തി വലയൊക്കെ അടിച്ച് വൃത്തിയാക്കിയതായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇത് നടുക്കത്തെ റൂമാണ്. ആ റൂമിലെ ആദ്യമേ ചലന്തി വല അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചലന്തി വല അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുകളിൽ ഓടിൻ്റെ ഒരു വെട്ടം കാണുന്നത് പിന്നെ കുരങ്ങന്മാർ വന്ന് ചാടിയിട്ട് ഓട് പൊട്ടിയതാണെന്ന ചേച്ചിയോട് അവിടുത്തെ പിയൂണ് ചേട്ടന്മാർ പറഞ്ഞത്. എനിക്കറിയില്ല. എന്തായാലും അവരിത് മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒന്നും പറ്റില്ല, വെള്ളം എല്ലാം റൂമിനകത്ത് വീഴും. അപ്പോൾ ഇതിനകത്തിൽ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. ബാക്കി പാത്രങ്ങളെല്ലാം നമ്മൾ കിച്ചണിൽ അന്ന് കഴുകി വെച്ചിട്ടായിരുന്നു പോയത്. ഞാൻ നേരത്തെ പോന്നായിരുന്നു. ബാക്കി പിന്നെ കുറച്ച് ദിവസം ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് പിള്ളേർക്ക് ചോറ് വെച്ചാൽ മതിയായിരുന്നു, പരീക്ഷയല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല, ചേച്ചി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ചേച്ചിയാണ് അതെല്ലാം കഴുകി പറക്കി വെച്ചിട്ട് പോകുന്നത്. പിന്നെ ചെറിയ പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും എല്ലാം ഞങ്ങൾ അലമാരക്കകത്ത് പറക്കി അടച്ച് വെച്ചിട്ടാണ് പോകുന്നത്. കാരണം എലിയൊക്കെ ഉള്ളതല്ലേ. വലിയ പാത്രമൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതെല്ലാം കഴുകി അവിടെ കമത്തി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിലും ചലന്തി വലയുണ്ട്. അതെല്ലാം ചലന്തി വല അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെയൊക്കെ ഞങ്ങൾ ഈ കിച്ചന് ഇത്രയും ഇതായിട്ടില്ലായിരുന്നു. ഞാൻ കൊറോണയ്ക്കൊക്കെ മുമ്പ് തൊട്ടേ ഞാൻ പറഞ്ഞില്ലേ, കുറേ വർഷങ്ങൾ കൊണ്ട് ഞാൻ പോകുന്നതാണ്. അപ്പം നമുക്ക് പോകണമെന്നില്ല, ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അന്ന് ആകെ 2 റൂമേ ഉള്ളായിരുന്നു. അപ്പോഴും ഗ്യാസൊന്നും അല്ലായിരുന്നു, നമ്മൾ വിറകടുപ്പിലായിരുന്നു ചോറും ഒക്കെ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഗ്യാസൊക്കെ ആയി കേട്ടോ. അങ്ങനെ നമ്മൾ കിച്ചണിലെ ചലന്തി വലയൊക്കെ അടിച്ച് ഇനി തൂത്ത് വാരണം. തൂത്ത് വാരിയിട്ട് പിന്നെ 3 മുറി കഴുകണം. അന്ന് നമ്മൾ ഒരു റൂം തൂത്ത് വാരി തുടച്ച് മതി, കഴുകിയില്ലായിരുന്നു. അപ്പോൾ ഇന്നതെല്ലാം കഴുകണം. ബെഞ്ചും എല്ലാം കഴുകിയിടണം. അപ്പോൾ ഈ ഇടയ്ക്കത്തെ റൂമിലാണെങ്കിൽ പിയൂണന്മാരും ഒക്കെ കഴിക്കാൻ എല്ലാവരും വരും. പിന്നെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ചോറ് കൊണ്ടുവരുവാണെങ്കിൽ അവരും വന്ന് കഴിക്കാൻ വരും. അങ്ങനെ ഇവരൊക്കെ ഇരുന്ന് കഴിക്കാം. അങ്ങനെ അപ്പുറത്തെ റൂമിലൊക്കെയാണ് ബെഞ്ചും ഡെസ്കും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കിയിടണം. അപ്പോൾ ഇന്ന് നല്ല പണിയാണ്. റൂമും എല്ലാം കഴുകും എല്ലാം ആയതുകൊണ്ട് നമുക്ക് പൈപ്പ് ഉണ്ടെങ്കിൽ ഓസില്ല, വെള്ളം പിടിച്ചു കൊണ്ടുപോയി വേണം കഴുകാനൊക്കെ കൊണ്ടുണ്ട്. പിന്നെ ചേച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പ്രയാസമില്ല. കാരണം ചേച്ചി നമ്മുടെ കൂടെ നിൽക്കും. എന്ത് ജോലിയാണെങ്കിലും കൂടെ നിന്ന് തന്നെ ചെയ്യും. പനിയായിരുന്നു എങ്കിൽ തന്നെയും ചേച്ചി വന്നു കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ എല്ലാം കഴുകാനും പറക്കാനും എല്ലാം ഞാൻ അവിടെ നിന്ന് ചൂല് വെച്ച് അടിച്ച് കഴുകിയതേ ഉള്ളൂ. എല്ലാം ചേച്ചിയാണ് വെള്ളം എല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ തൂത്തുവാരെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചേച്ചി വന്നത്. അപ്പോഴത്തേക്ക് ഞാൻ അതെല്ലാം ഒരുവിധം ജോലിയെല്ലാം ഒതുക്കിയായിരുന്നു. പിന്നെ ഞങ്ങൾ പാത്രം എല്ലാം അലമാരിക്കകത്തിരുന്ന പാത്രങ്ങളും എല്ലാം വാരി കഴുകി വലിയൊരു ചരുവം ഉണ്ട്. ആ ചരുവത്തിലോട്ട് സ്റ്റീൽ പാത്രം എല്ലാം കഴുകിയതെല്ലാം ഇട്ടിട്ട് വേറൊരു വലിയ ചരുവം വെച്ച് അടച്ചു വെച്ചു. ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി പറക്കി വെച്ചു. കഴുകിയ പാത്രങ്ങളൊന്നും പിന്നെ നമുക്ക് നനഞ്ഞായിട്ടിരിക്കുമ്പോൾ അലമാരിക്കകത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതെല്ലാം വെളിയിൽ തന്നെ വെച്ച് ചരുവം വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ ഉള്ളല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നിട്ട് നമുക്കെല്ലാം പറക്കി ഒതുക്കി വെക്കണം. അങ്ങനെ എല്ലാം ഞങ്ങൾ ഞാനും ചേച്ചിയോട് കൂടി വൃത്തിയാക്കി കഴുകി വാരിയിട്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം മുറ്റമൊക്കെ തൂത്തുവാരി ഇട്ടു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞിട്ട് തൂക്കണ്ട, നമ്മൾ അടുത്ത ദിവസം വരുമ്പോൾ തൂത്തുവാരി ഇടാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മുറ്റവും കൂടെ തൂത്തിട്ട്, കാരണം എനിക്കെപ്പോഴും മുറ്റമൊക്കെ ഒരുമാതിരി വൃത്തിയായിട്ട് കിടക്കണം. അങ്ങനെ പിന്നെ മുറ്റവും കൂടെ തൂത്തുവാരി ഇട്ടു. പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. ചേച്ചി ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കഥ പറച്ചിലാണ് കേട്ടോ. നല്ല നല്ല സഹകരണമാണ് ചേച്ചി നമ്മളോട്. പണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേയുള്ള പരിചയമാണ് ഞാനും ചേച്ചിയും. അന്ന് തൊട്ടേ ഈ സമയം വരെ നമ്മളോട് ഒരേ ലെവലിൽ തന്നെയാണ് മിണ്ടാട്ടം എല്ലാം പറയുന്നതും എടുക്കുന്നതും മിണ്ടുന്നതും എല്ലാം മിണ്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഒരിതുമില്ല. നമ്മളോട് നല്ല സ്നേഹമാണ്. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറും ഒക്കെ ചേച്ചി കൊണ്ടുവരും. ഇനിയിപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോഴാണ് ചോറ് സ്കൂളിൽ നിന്ന് ഞാൻ അങ്ങ് എടുക്കുമെങ്കിലും ചേച്ചി കറിയും സാധനങ്ങളും എല്ലാം കൊണ്ടുവരും. പിന്നെ ഞാൻ രാവിലെ പലഹാരം ഒന്നും കഴിക്കത്തില്ല. അപ്പോഴും ചേച്ചി എനിക്കുള്ള ചോറും കൊണ്ടാണ്, രാവിലെ കഴിക്കാനുള്ള ചോറ് കൊണ്ടുവരും. ഉച്ചക്കത്തേക്കിന് നമ്മൾ സ്കൂളിൽ നിന്ന് വെക്കുന്ന ചോറാണ് ഞങ്ങൾ കഴിക്കുന്നത്. നല്ല സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം എൻ്റെ ഈ കൈ വയ്യാതായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒത്തിരി അടുത്ത് ജോലിക്കൊന്നും പോകുന്നില്ല. ജോലിയെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കഷ്ടപ്പാടില്ല. ചേച്ചി നമ്മുടെ കൂടെ നിന്ന്, ഞാൻ ജോലിക്ക് നിൽക്കുകയെന്ന് വെച്ചുകൊണ്ട് നമ്മളെ മാത്രം ഇട്ട് ചെയ്യിക്കത്തില്ല. ചേച്ചിയാണ് എന്നെക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അടുക്കളയ്ക്കകത്തിരുന്ന പാത്രങ്ങളൊക്കെ ഈ റൂം വൃത്തിയാക്കിയിട്ട് ഇതിലോട്ടാക്കി മാറ്റി വെച്ച് ഗ്യാസ് കുറ്റി ഒഴിഞ്ഞൊരെണ്ണമുണ്ടായിരുന്നു, അതും ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റി. അടുപ്പും സാധനങ്ങളെല്ലാം ഇപ്പുറത്തോട്ട് മാറ്റി. അങ്ങനെ ആ തടിയലമാരയൊക്കെ നീക്കി അതിൻ്റെ കീഴെല്ലാം കഴുകി എല്ലാം നല്ല അടിപൊളി വൃത്തിയാക്കി എല്ലാം കഴുകിയിട്ടു. ചേച്ചി വന്നായിരുന്നേ. അങ്ങനെ നമ്മുടെ മുറികളൊക്കെ കഴുകി പാത്രങ്ങളെല്ലാം കഴുകി പറക്കി വെച്ചു. ജോലിയൊക്കെ കഴിഞ്ഞ് 3 മണിയായപ്പോഴേക്കും ഞാൻ തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നു. ഭയങ്കര മഴ. സ്കൂളിൽ വെച്ച് റൂമൊക്കെ തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് പാത്രങ്ങളെല്ലാം അടുക്കി പറക്കി വെച്ച് വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി കൂട്ടുകാരെ. അത് തന്നെയല്ല, ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോ എടുക്കാമെന്നുള്ള ആ ഒരു ഇതും പോയി. അല്ലെങ്കിൽ അങ്ങനെ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നവരുടെ കൂട്ടുകാരെ കാണിക്കാമായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കാറ്റും മഴയായിരുന്നു. ഭയങ്കര കാറ്റും മഴയും. മഴ ഒരുവിധം തോർന്ന് ഒരു 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ മഴ ഒരുവിധം തോർന്ന്. ആ സമയമായപ്പോൾ ഞാനും മൂത്ത മരുമോളും കൂടെ തോട്ടത്തിൽ വിറവ് പറക്കാൻ പോയി. നമുക്ക് വിറവ് ഒത്തിരി കുറവാണ്, വിറവില്ല. അപ്പോൾ വിറവ് പറക്കാനൊന്നും ഇപ്പം അങ്ങനെ അങ്ങോട്ട് പോകാത്തതുകൊണ്ട് വിറവേ ഇല്ല. വാങ്ങിച്ചാണ് നമ്മൾ തീ പറ്റിക്കുന്നതൊക്കെ. ഇവിടെ കൂടുതലും അടുപ്പിലുള്ള പാചകം ആയതുകൊണ്ട് വിറവ് നമുക്ക് എളുപ്പം തീരുന്നത്. പിന്നെ ഞാനും അവളും കൂടെ പോയി വിറവ് പറക്കിയിട്ട് കുറേ വിറവ് കിട്ടിയിട്ടുണ്ട്. എല്ലാം വാരി നമ്മളവിടെ കുളത്തിൻ്റെ അവിടോട്ട് വാരി കൂട്ടിയിട്ടു. അപ്പോഴത്തേക്ക് തന്നെ 7 മണിയാകാറായി. അത് കഴിഞ്ഞാൽ ഞാനും കൊച്ചും കൂടെ വീട്ടിൽ വന്നേ. അപ്പം ഞങ്ങളെ കാണാഞ്ഞിട്ട് പിന്നെ മൂത്ത മോൻ തിരക്കി വന്നു ലൈറ്റും കൊണ്ടൊക്കെ. ഏട്ടൻ പിന്നെ പണി ഇച്ചിരി താമസിച്ച് കയറിയതുകൊണ്ട് മോളെയും കൂടെ വിളിച്ചുകൊണ്ട് പോരാന്ന് പറഞ്ഞു. അവൾക്ക് 7:30 വരെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ചേട്ടനും മോളും വന്നത്. പിന്നെ വിറവെല്ലാം വാരിക്കൂട്ടി കുളത്തിൻ്റെ അവിടെ ഇട്ടേക്കുന്നു. ഇനി നാളെ അതെല്ലാം ചുമ്മണം.